ചില സ്ഥലങ്ങളിൽ എന്നുള്ളത്. പാലയിൽ 3553 പോസ്റ്റൽ വോട്ടുകളും സർവീസ് വോട്ടുകളും ചേർത്ത് അത്ര ആണ് വന്നിരിക്കുന്നത്. വൈക്കത്ത് 2712, അങ്ങനെയാണ്. ഏറ്റുമാനൂർ 2769, ഇങ്ങനെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണി തീർക്കുവാനും കഴിയും. UDF പിടിക്കുന്നു 7-6 തപാൽ വോട്ടുകളുടെ കണക്കെടുപ്പിൽ UDF-ന് ലീഡ് കിട്ടുന്നു. 7 മണ്ഡലങ്ങളിലെ ലീഡ് UDF-ന് തന്നെയാണ്. തൊട്ട് പിന്നിൽ LDF 6 എന്നതാണ് ചിത്രം. തപാൽ വോട്ടുകളാണ് ഇത്. കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്ന് പാലക്കാട് 2183 വോട്ടുകളാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ പാലക്കാട് എന്താണ് ഫലം എന്നുള്ള കാര്യം, എന്താണ് ആദ്യ ലീഡ് എന്നുള്ള കാര്യം അറിയാൻ കഴിയും. പാലക്കാട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വരും. പ്രേക്ഷകർ കാത്തിരിക്കുക. LDF 6 UDF 7 എന്നുള്ളതാണ്. ഇതിൽ മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ K രാജൻ ഒല്ലൂരിൽ മുന്നിട്ട് നിൽക്കുകയാണ്. പാലായിൽ കൗണ്ടിംഗ് തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ പാലായിലെ വിവരം കിട്ടും. പട്ടാമ്പിയിലെ വരുന്നുണ്ട്. പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ, ഒറ്റപ്പാലം, ഈ മണ്ഡലങ്ങളിലെ കൗണ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കൗണ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു. 8-7 ഇടതുമുന്നണി 8-7 UDF. ഇതായി ചിത്രം മാറുകയാണ്. ഇത് പോസ്റ്റൽ വോട്ടുകളാണ്. ഇതാ 9-7 ചിത്രം വീണ്ടും മാറുന്നു. അങ്ങനെ കൗണ്ടിംഗ് സെന്ററുകളിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. തപാൽ വോട്ടുകളാണ്. EVM നമ്മൾ തൊട്ടിട്ടില്ല, അതിലേക്ക് വരും. 8:30 ഏകദേശം 8:20 ഇതിന്റെ ഫലം ആദ്യ സൂചനകൾ നമുക്ക് പുറത്തുവിടാം. അതിൽ NDA ഒന്നുണ്ട്. NDA തിരുത്തേണ്ടതാണ്. കാരണം തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. NDA 1 LDF 9 UDF 7 എന്നുള്ളതാണ് കണക്ക്. ഇരിങ്ങാലക്കുട തോമസ് ഉണ്ണിയാടൻ മുന്നിൽ UDF. ഇരിങ്ങാലക്കുടയിൽ ഉണ്ണിയാടൻ മുന്നിൽ മന്ത്രി ആർ ബിന്ദുവിനേക്കാൾ ഇരിങ്ങാലക്കുടയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുന്നിൽ. ചിത്രം 9-8 ഇടതുമുന്നണി 9 UDF 8. ഇതാണ് പോരാട്ട ചിത്രം. തപാൽ വോട്ടുകളുടെ കൃത്യമായ സൂചനകളാണ്. ഇഞ്ചോടിഞ്ച് സ്വഭാവം പ്രകടമാണ്. NDAക്ക് തൃശ്ശൂരിൽ തപാൽ വോട്ടുകളിൽ ലീഡ് ഉണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ചിത്രം. വ്യക്തമായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടാം. എന്തായാലും ചിത്രം എങ്ങനെയാണ്? ഇടതുമുന്നണി 9 UDF 8 എന്നതാണ് തപാൽ വോട്ടുകൾ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് മുന്നിൽ, K രാജൻ ഒല്ലൂരിൽ മുന്നിൽ, ഇരിങ്ങാലക്കുടയിൽ UDF മുന്നിൽ, തോമസ് ഉണ്ണിയാടൻ മുന്നിൽ. 9-9 എന്നതാണ് ഇപ്പോഴത്തെ കണക്ക്. മലപ്പുറത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി എന്നുള്ള വാർത്ത വരുന്നു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മുന്നിൽ, LDF. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മുന്നിൽ. മലപ്പുറത്തെ കൗണ്ടിങ്ങിന്റെ വിവരങ്ങൾ വരുന്നു. ഏറനാട് PK ബഷീർ UDF മുന്നിൽ. മലപ്പുറത്ത് 2 ഇടങ്ങളിലെ വിവരം വന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും ഏറനാട് PK ബഷീറും മുന്നിട്ട് നിൽക്കുന്നു. പേരാമ്പ്രയിൽ കോഴിക്കോട് TP രാമകൃഷ്ണൻ മുന്നിൽ. LDF 9 UDF 10 ചിത്രം അങ്ങനെ മാറുന്നു. അങ്ങനെ തപാൽ വോട്ടുകളിൽ തന്നെ പ്രകടമാണ് ആ പോരാട്ട ചിത്രം എന്നതാണ് സാഹചര്യം. ഇത് കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള നേരിട്ടുള്ള വിവരമാണ്. ഔദ്യോഗികമായ അപ്ഡേഷൻ അല്പം കൂടി കാത്തിരിക്കണം. സാഹചര്യം ഇതാണ്. സംസ്ഥാനത്തെ 19 മണ്ഡലങ്ങളുടെ കോട്ടയത്തെ ലീഡ് വരുന്നു. കോട്ടയം മണ്ഡലത്തിൽ UDF തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് UDF ലീഡ് ചെയ്യുന്നു. വൈക്കത്ത് LDF പ്രദീപ് ലീഡ് ചെയ്യുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു 86 വോട്ടുകൾക്ക്. പുതുപ്പള്ളിയിൽ UDF, വൈക്കത്ത് LDF, കടുത്തുരുത്തിയിൽ UDF, കോട്ടയത്ത് UDF. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കോട്ടയത്തെ 4 മണ്ഡലങ്ങളിലെ ആദ്യ ലീഡ് നില അറിഞ്ഞു കഴിഞ്ഞു. LDF 10 UDF 11 എന്നാണ് ഇപ്പോൾ കേരളത്തിലാകെ. ഇതിൽ കോട്ടയത്തെയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. കോട്ടയം തിരുവഞ്ചൂർ മുന്നിൽ, കടുത്തുരുത്തിയിൽ മോൻസ് മുന്നിൽ, വൈക്കത്ത് LDF മുന്നിൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ UDF മുന്നിൽ. 11 ചിത്രം അങ്ങനെയാകുന്നു. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം വ്യക്തമാക്കുന്ന തൃത്താലയിൽ MB രാജേഷ് മന്ത്രി മുന്നിൽ. VT ബൽറാമിനേക്കാൾ 3 വോട്ടിന് MB രാജേഷ് മുന്നിൽ. 12 LDF 12 UDF 12. ഇതാണ് ചിത്രം. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മലപ്പുറം അടക്കമുള്ള മണ്ഡലങ്ങളുടെ സൂചനകൾ വരുന്നു. PK കുഞ്ഞാലിക്കുട്ടി തുടക്കത്തിൽ തന്നെ ലീഡ് പിടിക്കുന്നുണ്ട്. തപാൽ വോട്ടുകളുടെ ചിത്രം അങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ ആദ്യ ലീഡ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ആദ്യ ലീഡ്. 5 വോട്ടിന്റെ ലീഡ് ശോഭാ സുരേന്ദ്രന്. പാലക്കാട് നിർണായകമായ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 5 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു രമേശ് പിഷാരടിയേക്കാൾ. 28 മണ്ഡലങ്ങളുടെ സൂചനകൾ പുറത്തു വരുന്നു. തപാൽ വോട്ടുകളിൽ 28 മണ്ഡലങ്ങളിൽ കോഴിക്കോട് നോർത്തിൽ UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ K ജയന്ത് UDF മുന്നിട്ട് നിൽക്കുന്നു തോട്ടത്തിൽ രവീന്ദ്രനേക്കാൾ. കോഴിക്കോട് നോർത്ത് K ജയന്ത് UDF മുന്നിൽ. കോട്ടയത്ത് 4 മണ്ഡലങ്ങളിൽ 3-ൽ UDF മുന്നിൽ, 1-ൽ LDF മുന്നിൽ. വൈക്കത്ത് LDF മുന്നിൽ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. ഏറനാട് മലപ്പുറം PK ബഷീർ മുന്നിൽ, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ മുന്നിൽ. 15 LDF 16 UDF എന്നുള്ള കണക്കാണ്. ഇഞ്ചോടിഞ്ചാണ് തപാൽ വോട്ടുകളിൽ വരുന്നത്. ബംഗാളിൽ BJP സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് പാലായിൽ UDF മുന്നിൽ. ജോസ് കെ മാണി പിന്നിൽ, മാണി സി കാപ്പൻ മുന്നിൽ. പാലാ UDF, കോട്ടയം UDF, കടുത്തുരുത്തി UDF, വൈക്കം LDF, പുതുപ്പള്ളി UDF എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം.
ഇതിനിടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അവിടെ ഇതുവരെയും ഒരു കൗണ്ടിംഗ് ഉദ്യോഗസ്ഥ ഹാജരായില്ല. അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ട്. ഇത്തരത്തിൽ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എലത്തൂർ മണ്ഡലം കോഴിക്കോട് ജില്ല AK ശശീന്ദ്രൻ മന്ത്രി മുന്നിൽ LDF 56 വോട്ടുകൾക്ക്. കൊയിലാണ്ടിയിൽ UDF മുന്നിൽ പ്രവീൺ കുമാർ 19 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറം മഞ്ചേരിയിൽ UDF മുന്നിൽ റഹ്മത്തുള്ള 24 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ആയിരിക്കുന്നു. 17 LDF 16 UDF എന്നുള്ളതാണ്. കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ UDF 19 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മഞ്ചേരിയിൽ റഹ്മത്തുള്ള മുന്നിട്ട് നിൽക്കുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ LDF മുന്നിട്ട് നിൽക്കുന്നു. പേരാവൂരിൽ KK ശൈലജ മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. പാലായിൽ UDF 11, കായംകുളത്ത് ആലപ്പുഴ കായംകുളത്ത് M ലിജു UDF മുന്നിൽ. ഇതാണ് ചിത്രം. ഇതാ ഇപ്പോൾ 18-16 എന്ന ചിത്രത്തിലേക്ക് ഇതാ 20-16 പോസ്റ്റൽ വോട്ടുകളുടെ കണക്കെടുപ്പിൽ 20-16 എന്ന കണക്കിലേക്ക് മാറുന്നു. ഇടതു മുന്നണി 23 സീറ്റുകളിലേക്ക്, UDF 16. വീണ്ടും ചിത്രം മാറുന്നുണ്ട്. ഇത് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടും. പോസ്റ്റൽ വോട്ടുകളുടെ കണക്കെടുപ്പാണ്, അതാണ് നടക്കുന്നത്. ഇനി നമുക്ക് അല്പൂടെ കാത്തിരുന്നാൽ EVM മെഷീനുകളുടെ കണക്ക് വരും. ഒപ്പം ഔദ്യോഗിക സൂചനകളും പുറത്തു വരും. ഇതാ 23-16 എന്ന ചിത്രത്തിലേക്ക് വരുന്നു. സംസ്ഥാനത്ത് ഇടതു മുന്നണി 23, UDF 18. ഇതാണ് ഇപ്പോഴത്തെ ചിത്രം. ഇത് ചില സൂചനകളാണോ എന്താണ് വ്യക്തത വരുന്നില്ല. എന്തായാലും തപാൽ വോട്ടുകളുടെ കരുനാഗപ്പള്ളിയിൽ കൊല്ലത്തെ കണക്കുകൾ വരുന്നു. കരുനാഗപ്പള്ളിയിൽ UDF മുന്നിൽ CR മഹേഷ് 103 വോട്ടുകൾക്ക് മുന്നിൽ. ചവറയിൽ ഷിബു ബേബി ജോൺ UDF മുന്നിൽ 81. കുന്നത്തൂരിലും UDF മുന്നിൽ. ഉല്ലാസ് കോവൂർ മുന്നിൽ. കോവൂർ കുഞ്ഞുമോനേക്കാൾ 9 വോട്ടുകൾക്ക്. കൊട്ടാരക്കരയിൽ മുന്നിട്ട് നിൽക്കുന്ന KN ബാലഗോപാൽ മന്ത്രി 13 വോട്ടുകൾ. പത്തനാപുരത്ത് UDF ജ്യോതികുമാർ ചാമക്കാല മുന്നിൽ. UDF 6 വോട്ടുകൾക്ക്. KB ഗണേഷ് കുമാർ പിന്നിൽ. പുനലൂരിൽ LDF മുന്നിൽ. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി മുന്നിൽ. കുണ്ടറയിൽ PC വിശ്വനാഥ് മുന്നിൽ 70 വോട്ടുകൾക്ക്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ 47 വോട്ടുകൾക്ക്. ഇരവിപുരത്ത് നൌഷാദ് മുന്നിൽ LDF 136. ചാത്തന്നൂരിൽ LDF മുന്നിൽ 24 വോട്ടുകൾക്ക്. ആറന്മുള അപ്ഡേറ്റ് വരുന്നു. വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിൽ ആദ്യ ലീഡ് ഇടതു മുന്നണിക്ക് 18 വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ. അടൂരിലും LDF-ന്റെ ലീഡാണ് 9 വോട്ടുകൾക്ക്. കോന്നിയിലും ലീഡ് LDF-ന് 8 വോട്ടുകൾ. ഏറ്റുമാനൂരിലെ ലീഡ് നില വരുന്നു 37 വോട്ടുകൾക്ക്. VN വാസവൻ മുന്നിൽ എന്നതാണ്. കോട്ടയം ജില്ലയിലെ വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ഏറ്റുമാനൂരിൽ 37 വോട്ടുകൾക്ക് മന്ത്രി VN വാസവൻ മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മുന്നിൽ. വൈക്കത്ത് പക്ഷേ LDF-ന് ലീഡ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് UDF-ന് ലീഡ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് കോട്ടയത്തെ കണക്കുകൾ. ഏറ്റവും ഒടുവിൽ കൊല്ലത്താണ് വന്നത്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ. പാലക്കാട് മലമ്പുഴയിൽ 14 വോട്ടിന് LDF മുന്നിൽ. A പ്രഭാകരൻ മുന്നിട്ട് നിൽക്കുകയാണ്. മലമ്പുഴയിലെ അപ്ഡേറ്റുകളും വരുന്നുണ്ട്. അങ്ങനെ 25-24 എന്ന ചിത്രമാണ് സംസ്ഥാനത്ത്. 15 മിനിറ്റ് കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുകയാണ്. ഫൈറ്റിലേക്കാണോ സംസ്ഥാനം നീങ്ങുന്നതെന്ന് സംശയിക്കണം. 25 നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു.